Didn't Allah's God's creation give me the beauty of being a woman? If the beauty of woman had not been shown to earth, how distorted it would be. What sacrifices men experience in the child process. nadusin2@gmail.com. Sensei Nazar. അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലേ എനിക്ക് പെണ്ണെന്ന സൗന്ദര്യം തന്നത്. സ്ത്രീയുടെ സൗന്ദര്യം എത്രമാത്രം വികലമാണെന്ന് ഭൂമിക്ക് കാണിച്ചു കൊടുത്തിരുന്നില്ലെങ്കിൽ കുട്ടികളുടെ പ്രക്രിയയിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ എന്തായിരിക്കും? The pains they go through every month, the babies are born and raised, the difficulties associated with it, Earth's plants and animals, isn't this what they do too? എല്ലാ മാസവും അവർ അനുഭവിക്കുന്ന വേദനകൾ, കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ഭൂമിയിലെ സസ്യങ്ങളും മൃഗങ്ങളും ഇത് തന്നെയല്ലേ അവരും ചെയ്യുന്നത്? The prophet S.A. said that the father is said to be the fourth in the position of loving the mother. We are experiencing all the pains, that if we forgive someone who is our wife, we are the only ones who can help them succeed. Remember all that each of our husbands. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാവിനെ സ്നേഹിക്കുന്ന സ്ഥാനത്ത് പിതാവ് നാലാമൻ ആണെന്ന് പറയപ്പെടുന്നു. എല്ലാ വേദനകളും ഞങ്ങൾ അനുഭവിക്കുന്നു. നമ്മുടെ ഭാര്യയായ ഒരാളോട് ക്ഷമിച്ചാൽ അവരെ വിജയിപ്പിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ ഓരോ ഭർത്താക്കന്മാരും ഓർക്കുക. When the Prophet's S.A. daughter Fatima came home, she would get up and accept the Prophet's incarnation with respect. Here is what the Prophet said just before his death. Harshness from Allah. God, if women are not treated mercifully and justly. Sensei Nazar. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ വീട്ടിൽ വന്നാൽ നബി എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കും. പ്രവാചകന്റെ അവതാരത്തെ ആദരവോടെ സ്വീകരിക്കും. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രവാചകൻ പറഞ്ഞതിതാ, സ്ത്രീകളോട് കരുണയോടും നീതിയോടും പെരുമാറിയില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് കടുത്ത ശിക്ഷ ലഭിക്കും.